പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ഹൃദയം പൊട്ടിയാണ് ഹന്നമോൾ എന്ന് പറയുന്ന ഈ പൊന്നുമാലാഖയുടെ സങ്കടം വളരെ പ്രതീക്ഷയോടുകൂടി ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത്. ജീവിച്ച് തുടങ്ങിയിട്ടില്ലാത്ത ഈ പൊന്നുമോൾ, 17 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പൊന്നുമോൾ ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ശാരീരിക വേദന കൊണ്ട് ഒരു നിലക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വേദന സഹിച്ച് തിന്നുന്ന ഈ പൊന്നുമോളെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി മജ്ജ മാറ്റി വെക്കണം. ഒന്ന് സഹായിക്കണേ. എല്ലാവരും സഹായിക്കണം. കുറെ കാലമായിട്ട് ഹോസ്പിറ്റലിലാണ്. ഭയങ്കര കഷ്ടപ്പാടാണ്, വേദനയൊക്കെയാണ്. സ്കൂളിലൊക്കെ പോകണമെന്ന് എല്ലാവരും പോലെ നടക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പഠിക്കണം എന്നുണ്ട്. ഇപ്പൊക്കെ എന്നെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊക്കൊന്നും എന്നെ കൊണ്ട് ചികിത്സിക്കാനുള്ള ഇതൊന്നുമില്ല. എല്ലാവരും സഹായിക്കും. ചങ്ക് പൊട്ടിക്കരയുന്ന ഉപ്പയെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആരും രക്ഷപ്പെടുത്താനില്ല. ഇടിഞ്ഞു വീഴാറായിട്ടുള്ള ഒരു വീട്ടിലാണ്. ഏത് സമയം ഇടിഞ്ഞു വീഴാറായി. കീമോ കൊടുത്ത് രക്തം കൊടുത്തിട്ടാണ് ഈ പൊന്നുമോളെ ആറ്റ് നോറ്റ് വളർത്തി ഈ പൊന്നുമോളെ ഈ ഉപ്പ സംരക്ഷിച്ചു പോരുന്നത്. നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിൽ ഈ പൊന്നുമോളെ അപകടമാവും. ഈ പൊന്നുമോൾക്ക് മരുന്ന് കയറ്റി വെക്കാൻ കഴിയാത്തത് കൊണ്ട്, കൈകൾക്കൊന്നും പറ്റാത്തത് കൊണ്ട് ഇഷ്ടുല ചെയ്തിട്ട് ഇതിലൂടെ മോളെ കാണിച്ചു കൊടുത്തത് ഇതിലൂടെയാണ് ഇപ്പൊ മരുന്ന് കയറ്റി കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ആളുകൾ, ഈ ഉപ്പാനെ സ്വന്തം മുഖ്യയായി കണ്ട് എവിടെയോ നിൽക്കുന്ന ആളുകൾ ഒന്ന് സഹായിച്ചാൽ, ഒരു 10 രൂപയെങ്കിലും നൽകിയാൽ ഈ മോളെ മജ്ജ മാറ്റി വെച്ച് പഠിക്കാൻ മിടുക്കിയായിട്ടുള്ള നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്. നല്ല ദീനുള്ള കുട്ടിയാണ്. നല്ല സംസാരിക്കുന്നത്. ഈ കുട്ടിയൊക്കെ ഇങ്ങനെ കരയാന്ന് പറഞ്ഞാൽ സങ്കടമുണ്ട്. കരഞ്ഞുകൊണ്ട് ഈ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് എന്റെ ഗതികേട് കൊണ്ട്. ഈ നെഞ്ചു പൊട്ടി സാറിലെ പെട്ട സഹായിക്കും. നെഞ്ചു പൊട്ടി കരയുന്ന ഉപ്പയുടെ സങ്കടം ഒന്ന് നിങ്ങൾ കേൾക്കണം കേട്ടോ. നിങ്ങൾ തട്ടിക്കളയാൻ പാടില്ല. നിങ്ങൾ തട്ടിക്കളഞ്ഞാൽ ഈ കുടുംബം അനാഥമാവും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ കുറ്റിപ്പുറം കടവത്ത് ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സെയ്തൽവിക്കയുടെ പൊന്നുമോൾ, 17 വയസ്സ് മാത്രമുള്ള ജീവിച്ച് കൊതിതീരാത്ത പൊന്നുമോൾ മിംസ് ഹോസ്പിറ്റലിൽ ബ്ലഡ് ക്യാൻസറിന് അടിമപ്പെട്ട് വല്ലാത്ത പ്രയാസത്തിൽ. ഇത് കാണുന്ന ആളുകൾ, ഈ വീഡിയോ ഇപ്പൊ കാണുന്ന ആളുകൾ, കേൾക്കുന്ന ആളുകൾ, ഇത് കാണുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളൊന്ന് ആദ്യം നിങ്ങളുടെ പോക്കറ്റിലുള്ള ഒരു 10 രൂപ, ചായക്ക് മാറ്റിവെച്ച ഒരു 10 രൂപ മാറ്റി കൊടുക്കണേ. ഈ വീഡിയോ കാണുന്ന ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അതീവ ഗുരുതരമായിട്ട് ഈ നാട്ടിലെ പൊന്നുമോൾ, സെയ്തലിക്കയുടെ പൊന്നുമോൾ മിംസ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. രക്തത്തിലും മൂത്രത്തിലും ഇൻഫെക്ഷൻ ബാധിച്ച് ശരീരവേദനയോടുകൂടി ഒരു ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ, ഒരു ഇഞ്ചക്ഷൻ പോലും ശരീരത്തിൽ വെക്കാൻ കഴിയാതെ അതീവ പ്രയാസത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾ മാത്രമാണ് ഇനിയുള്ളത്. ഇന്നലെയാണ് ഈ നാട്ടുകാർ പൊതുവായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. എന്റെ വീഡിയോ, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അത് കംപ്ലീറ്റ് ആക്കാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ആ മോളെ സങ്കടം ഞാൻ വളരെ കൃത്യമായി കോളേജിൽ മിംസിൽ പോയ സമയത്ത് അവിടുത്തെ അവസ്ഥ കണ്ടപ്പോ ഞാൻ ഈ സമയത്ത് അവതരിപ്പിച്ചില്ലെങ്കിൽ ആ മോളുടെ ജീവൻ അപകടത്തിലാവും. പിന്നെ ഈ നാട് വേദനിച്ചിട്ട് കാര്യമില്ല, പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. പടച്ചവന്റെ മുമ്പിൽ ഞാൻ കുറ്റവാളിയാകും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ. ആയിരക്കണക്കിന് ജനങ്ങളാണ് രാഷ്ട്രീയത്തിന് അതീതമായി, മതജാതി ചിന്തകൾക്ക് അതീതമായി ഈ മദ്രസ കോമ്പൗണ്ടിൽ ഒരുമിച്ചിരിക്കുന്നത്. മഹല്ല് കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയും ഇന്നലെ ഉണ്ടാക്കിയ ജനകീയ കമ്മിറ്റിയും അടക്കം 100 കണക്കിന് ആളുകൾ. ഞാൻ കോട്ടക്കലിലെ ആളുകളോട് പറയുന്നു, ഈ സമയം മുതൽ നിങ്ങൾ ഇറങ്ങണം. ഓട്ടോ തൊഴിലാളികൾ ഇറങ്ങണം, ബസ് മുതലാളിമാർ ഇറങ്ങണം, പ്രവാസികൾ ഇറങ്ങണം. കോട്ടക്കൽ ഏതൊക്കെ പ്രവാസികളുണ്ടോ നിങ്ങൾ എല്ലാവരും അടിയന്തര പ്രാധാന്യത്തോടുകൂടി ക്ലബ്ബുകൾ, കുടുംബ ഗ്രൂപ്പുകൾ, നിങ്ങൾക്ക് പറ്റാവുന്ന എല്ലാ മേഖലകളിലേക്കും ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കണേ. ഒരു പൊന്നുമോളാണ്. ഞാൻ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് ആ കുട്ടി കരഞ്ഞിട്ടില്ല. ബോൾഡായിട്ടുള്ള, തന്റേടമുള്ള, ധൈര്യമുള്ള. ഞാൻ കരഞ്ഞാൽ എന്റെ ബാപ്പ കരയും, എന്റെ അനിയൻ കരയും, എന്റെ ഉമ്മ കരയും. ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ബോൾഡോട് കൂടി നിന്ന് അവസാനം പൊട്ടിക്കരയേണ്ടി വന്ന പൊന്നുമോൾ, മിടുക്കിയായിട്ടുള്ള മോൾ. ആ മോളോട് ഞാൻ ചോദിച്ചപ്പോ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ, എനിക്ക് എന്റെ ഉപ്പക്ക് മോളായിട്ട് നിൽക്കാൻ കഴിയണം, എന്റെ ഉമ്മാനെ കാണാൻ സാധിക്കണം, എന്റെ ആങ്ങൾക്ക് സഹോദരിയാവണം, എനിക്ക്
എനിക്ക് ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ പങ്കുവെച്ചത്. നമ്മൾ ഏറ്റെടുക്കണം. ഇത് കാണുന്ന പൊതുസമൂഹം ആരുമില്ലാത്തവർക്ക്, ഒരാളുമില്ലാത്തവർക്ക്, ആശ്രയമില്ലാത്തവർക്ക്, അവസാനം ലോകത്തെവിടെയോ കിടക്കുന്ന കാരുണ്യ മനസ്സുകളാണ്. നിങ്ങളുടെ 10 രൂപയും നിങ്ങളുടെ 100 രൂപയും നൽകിയാൽ, ഈ നിമിഷം നൽകിയാൽ ഈ പൊന്നുമോളെ നമുക്ക് മാറ്റി ജീവനോടെ തിരിച്ചു കൊണ്ടുവരാം. 40 ലക്ഷം രൂപയാണ് ഈ നാടിന് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഇവർ ഇത്രയും കാലം നോക്കിയിട്ടുണ്ട്. ഇനി ഒരു മാർഗവുമില്ല. വലിയ തുകക്ക് മുമ്പിൽ ഈ നാടും ഈ ആളുകളും ഞാനടക്കം പകച്ചു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് കാണുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവനാണ്, ഒരു കുട്ടിയുടെ, ഒരു പെൺകുട്ടിയുടെ, ഒരു മാലാഖയുടെ, 17 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയുടെ, വിദ്യാർത്ഥിയുടെ ഒരു ജീവിതമാണ്, ഒരു ജീവനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ തന്നെ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും. എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ്, നമ്മുടെ ഹന്നയുടെ കാര്യം വളരെ പരിതാപകരമാണ്. 17 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ ജീവൻ തുടിപ്പ് തിരിച്ചു ലഭിക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് നാട്ടുകാരും കുടുംബങ്ങളും എല്ലാവരും തന്നെ. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ വേണ്ടി ഈ പൊന്നുമോളെ കൊള്ള നിങ്ങളെ കരുണ നിങ്ങൾ ചൊരിയണം. നിങ്ങൾ കഴിവിൻ്റെ പരമാവധി സഹായിക്കണം. ഇർഹമു മൻഫിൽ അർളി യർഹമുക്കും മൻഫിസ് സമാ. ഭൂമിയിൽ അധിവസിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകളെ നിങ്ങൾ സഹായിക്കണം, കരുണ കാണിക്കണം. എങ്കിൽ ലോകത്തിൻ്റെ അധിപനായ പടച്ചവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ് അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജാതിമത ഭേദമന്യേ ഈ പെൺകുട്ടിക്ക് വേണ്ടി എല്ലാവരും തന്നെ സഹായസ്ഥം നൽകണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഞാനിവിടെ കുറ്റിപ്പുറത്താവ് ക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. നമ്മുടെ നാട്ടിലെ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഹന്നമോൾ മരണത്തിൻ്റെ വക്കിലാണിപ്പോൾ. നമുക്ക് ഇപ്പോൾ സഹായിക്കാൻ കഴിഞ്ഞാൽ ആ കുട്ടിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു. മാനവ സേവ, മാധവ സേവ, അതാണ് യാഥാർത്ഥ്യം. ദൈവത്തെ സേവിക്കുക എന്നത് മനുഷ്യനെ സ്നേഹിക്കുക എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ കഴിയുന്ന ഓരോ രൂപയും, 10 രൂപയാണെങ്കിൽ 10 രൂപ, 100 രൂപയാണെങ്കിൽ 100 രൂപ, നിങ്ങൾക്ക് കഴിയുന്ന കൊണ്ട് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന്. കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ തീരുമാനപ്രകാരം ട്രാൻസാക്ഷൻ ലിമിറ്റ് ഉള്ളതിനാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു 2 മിനിറ്റെങ്കിലും എടുത്തിട്ട് നേരിട്ട് അക്കൗണ്ടിലോട്ട് അയക്കാൻ ശ്രമിക്കണേ. അക്കൗണ്ട് നെയിം സെയ്തലവി കടവത്താണ്. ഗൂഗിൾ പേ ഹന്നയാണ്. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ജീവിച്ചു എന്ന് ആരും ചോദിക്കില്ല. ഒരാൾ മരിച്ചാൽ എങ്ങനെ മരണപ്പെട്ടു എന്ന് ചോദിക്കും. ഒരു മനുഷ്യൻ, ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി, ഒരു മാലാഖ ഇപ്പോ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് വേദന സഹിച്ചു കഴിയുകയാണ്. നിങ്ങൾ മുമ്പിൽ മാത്രമാണ് പ്രതീക്ഷ, നിങ്ങൾ മാത്രമാണ്. ഈ പാതിരാത്രി ഹോസ്പിറ്റലിൽ നിന്ന് വീഡിയോ എടുത്ത് ആയിരക്കണക്കിന് ആളുകൾ എല്ലാം മാറ്റിവെച്ച് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇവിടെ മദ്രസ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ആ പൊന്നുമോളുടെ ജീവൻ രക്ഷിക്കാനാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ കൈവിടില്ല എന്നുള്ള വലിയ പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സഹായിക്കണം. നല്ല മനസ്സിൻ്റെ ഉടമകളായ നല്ലവരായ നാട്ടുകാർ, ഞാൻ PT അബ്ദു, കോട്ടക്കൽ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. നമ്മളെല്ലാവരും ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഈ പൊന്നുമോളുടെ ഓപ്പറേഷത്തിന് വേണ്ട സഹായത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ നൗഷാദ് ബാബു, അന്നാ സഹായ സമിതിയുടെ ചെയർമാനാണ്. നമ്മുടെ ഈ പ്രദേശത്തെ കടവത്ത് സെയ്തലവി എന്നവരുടെ മകൾ ഹന്ന എന്ന പൊന്നുമോൾ, 17 വയസ്സുള്ള പൊന്നുമോൾ ക്യാൻസർ എന്ന് പറയുന്ന രോഗം പിടിപെട്ടുകൊണ്ട് കോഴിക്കോട്ട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ സഹോദരങ്ങളും ആ കുട്ടിയുടെ ജീവൻ ഓർത്തുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ആളുകളൊക്കെ സഹായിക്കും. മോൾക്കൊക്കെ സ്കൂളിൽ പോട്ടോ. വാപ്പിച്ചിക്കൊക്കെ നല്ലൊരു ഇതായിട്ട് മോള് മാറുട്ടോ. മിടുക്കിയായിട്ട് ടീച്ചറാവണമെന്നാണ് ഹന്നമോള് പറയുന്നത്. ഒരുപാട് വേദന സഹിക്കുന്നുണ്ട്, ഒരുപാട് വേദന തിന്നുന്നുണ്ട്. സിസ്റ്റർ ചോദിച്ചോലെ സൂചി വെക്കുന്ന സമയത്ത് മോൾ എന്താ കരയാത്തത്? അത്രയും വേദന കടിച്ചമർത്തി ഈ മോള് വാപ്പന്റെ മുമ്പിൽ കരയാതെ, വാപ്പക്കൊരു പ്രയാസം ഉണ്ടാവരുത്, ഉമ്മക്കൊരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല, ആങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ച് പിടിച്ചു നിന്ന് വേദന സഹിക്കുകയാണ്. നിങ്ങൾ തട്ടിക്കളയാൻ പാടില്ല കേട്ടോ. 40 ലക്ഷം രൂപയാണ് കേശവൻ ഡോക്ടറുടെ എസ്റ്റിമേറ്റ് അടക്കം വളരെ കൃത്യമായി എല്ലാം സുതാര്യമായിട്ടാണ്. നിങ്ങൾ സഹായിക്കണേ. നിങ്ങൾ അവഗണിച്ചു പോകരുത്. നിങ്ങൾ അവഗണിച്ചാൽ ഈ കുടുംബം പ്രയാസത്തിലാവും.